മരണത്തിനെ പറ്റി പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ജീവനാണ് ലോകത്തുള്ളത്, പല ജീവനില്ല. ഒരു ജീവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലതായതാണ്. ആ അറിവില്ലാതിരുന്ന കാലത്തുണ്ടായതാണ് ഈ പല ജീവൻ. ആ ജീവനെ പറ്റിയാണ് സംസാരിച്ചത്. നിങ്ങൾ ഒരു കുട്ടിയെ ഉണ്ടാക്കാത്തവർ മരിച്ചു പോകുമെന്ന് പറയുന്ന അങ്ങനെ ഒരു ജീവൻ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സംഘജീവികളായിട്ട് ജീവിക്കുന്നവരിൽ ആരുണ്ടായാലും മതി. മരണം സംഘത്തിൻ്റെ അകത്ത് ഒരു പ്രാധാന്യവും ഇല്ലാത്തതാണ്. ഒരു കൂട്ട ഉറുമ്പുകൾ ഒരു നദി കടക്കുന്നത്, ആദ്യം വരുന്ന ഉറുമ്പ് അവിടോട്ട് നിൽക്കും, അതിൻ്റെ മുകളിൽ മറ്റേ ഉറുമ്പ് കയറി നിൽക്കും, അതിൻ്റെ മുകളിൽ വേറൊരു ഉറുമ്പ് കയറി നിന്ന് അവസാനത്തെ ഉറുമ്പ് അക്കരെ കടക്കും. അങ്ങനെ കടക്കുന്ന പാലം ഉണ്ടാക്കുന്നത് ഈ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നുള്ള അറിവില്ലാത്തവരവർ. ഇതൊക്കെ മനുഷ്യരെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഈ അവനവൻ്റെ ജീവിതവും ആത്മാവും. അതുകൊണ്ടാണ് ഈ ജീവനെ മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് ആ ഉറുമ്പുകൾക്ക് ആർക്കെങ്കിലും അവർ മരിച്ചു പോകുമെന്നോ, അല്ലെങ്കിൽ തേനീച്ചക്കൂട്ടിലുള്ള ഒരു തേനീച്ച ശത്രുവിനെ കാണുമ്പോൾ കുത്തി അത് ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ട് കുത്താതിരിക്കത്തേയില്ല. കാരണം അതിൻ്റെ ആ കൂട് സംരക്ഷിക്കുന്നതാണ്, അതിൻ്റെ ജനിതകം തന്നെയാണ് അവിടെ ഇരിക്കുന്ന നമ്മൾ ക്യൂനെന്ന് വിളിക്കുന്ന മുട്ടയിടുന്ന ജീവി. ക്യൂനില്ല, മനുഷ്യർ കണ്ടുപിടിക്കുന്നതാണ്. രാജാവുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ക്യൂനുണ്ടായെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ജീവനെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് ആ നിലവാരത്തിൽ ഉണ്ടായത്. ഒറ്റ ജീവനേ ഉള്ളൂ ഇവിടെ. ആ ജീവനാണ് ഈ കാണുന്ന ഓരോന്നായിട്ട് ഓരോ സാഹചര്യത്തിൽ രൂപപ്പെട്ടത്. അതിനകത്തെ നിലനിൽപ്പിനകത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.